ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിലനിന്ന രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും
നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവർ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളെ എല്ലാവർക്കും വിരോധമായി പാപം ശരിക്കും ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശമല്ലാത്രേ നിറഞ്ഞിരിക്കുന്നത്. കർത്താവിന് ആവശ്യമെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാകുന്നില്ല. ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. യേശു ക്രിസ്തുവും ഞങ്ങളുടെ സകല പാപങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ദൈവം ക്ഷയിപ്പാൻ പ്രാപ്തി നൽകണമേ. അങ്ങയുടെ നാമോത്വത്തിനായി ജീവിതത്തിൽ മേലങ്ങേ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരിലുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന് പിൻപ് 25-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സഹായിക്കനായ നിത്യപ്രകാശമായ ദൈവമേ, അന്ധകാരത്തെ അകറ്റുവാൻ ഈ ലോകത്തിന്റെ വെളിച്ചമായി വന്ന യേശു ക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശ്വാസ സമൂഹത്തിൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വൈവിധ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏകയിടയനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏകാട്ടിൻകൂട്ടമാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഐക്യമുള്ളവരായിരിക്കുവാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം ഭിന്നതകളെ തരണം ചെയ്യാനുള്ള ശക്തിയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. വൈവിധ്യമുള്ള ഞങ്ങളുടെ ഐക്യത്തെ ശക്തിപ്പെടുത്തുവാൻ കാരണമാകണമേ. അന്ധകാരം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സമ്മതിക്കാതെ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ അന്ധകാരത്തെ അകറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. 27-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. സങ്കീർത്തനം 27. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന് മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തെന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച പറയും കീഴല്ല, തണ്ണിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തെ ധ്യാനിപ്പാൻ അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങളെ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവേ, അങ്ങയുടെ വചനത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും അങ്ങയുടെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നതിൻ്റെ ജനവും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. സഭായിക്ക് ഞായറായി ഈ ഞായറാഴ്ച വേർതിരിച്ചിരിക്കുമ്പോൾ സഭകളുടെ ഐക്യത്തിനു വേണ്ടി നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം. CSI സഭയെ സംബന്ധിച്ച് ഒരു ഐക്യസഭയാണ് CSI സഭ. വിവിധ ആരാധനാ രീതികളുള്ള, വിവിധ പശ്ചാത്തലത്തിലുള്ള എപ്പിസ്കോപ്പൽ, നോൺ എപ്പിസ്കോപ്പൽ സഭകൾ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെട്ടതായിട്ടുള്ള ഒരു സഭയാണ് CSI സഭ. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വളരെ എടുത്തു പറയാവുന്ന ഒരു വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് 1947 CSI സഭയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ടുന്നതായിട്ടുള്ള വിഷയം. ആ കാലം വരെയും സഭകൾ ഭിന്നിച്ച് പുതിയ സഭകൾ രൂപപ്പെടുന്ന കാലഘട്ടമായിരുന്നുവെങ്കിൽ 1947 ക്രിസ്തീയ ചരിത്രത്തിൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വലിയ സംഭവം CSI സഭയുടെ രൂപീകരണത്തോടുകൂടെ സംജാതമായി. ഞാൻ ഓർപ്പിച്ചതുപോലെ വിവിധ സഭാ പശ്ചാത്തലത്തിലുള്ള എപ്പിസ്കോപ്പൽ, നോൺ എപ്പിസ്കോപ്പൽ സഭകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഐക്യ സഭയായി CSI സഭ രൂപം കൊണ്ടു. അതിനുശേഷം മുന്നോട്ടുള്ള കാലങ്ങളിൽ സഭകൾ ഒരുമിച്ച് ചേരുവാനായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ CSI സഭയുടെ നേതൃത്വത്തിൽ തുടർന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു CSI സഭാംഗം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ കാര്യം, സഭകൾ വിഭജിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരൈക്യ സഭയായി രൂപപ്പെട്ട് ആ സഭയുടെ സാക്ഷികളായി നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു എന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭകളുടെ ഐക്യത്തിന് വേണ്ടി തുടർന്നും നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം. CSI സഭയുടെ ചരിത്രത്തെ നമ്മൾ പഠിക്കുമ്പോൾ ദീർഘവർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് CSI സഭ രൂപം കൊണ്ടത് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1927 മുതൽ, അല്ലെങ്കിൽ ആ കാലഘട്ടം മുതൽ അനേകരുടെ പരിശ്രമവും അതിലപ്പുറമായി ദീർഘവർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് CSI സഭ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് മാനുഷികമായിട്ടുള്ള തീരുമാനങ്ങളോ ആലോചനകൾക്കൊക്കെ അപ്പുറമായിട്ട് ദൈവിക നടത്തിപ്പിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് CSI സഭ രൂപം കൊള്ളുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് CSI സഭാംഗങ്ങളായിരിക്കുന്ന നമുക്ക് വരും നാളുകളിൽ സഭയുടെ ഐക്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങൾ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്തയാണ് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിന് മുമ്പുള്ള വാക്യത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തെന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല.
വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. രണ്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സാദൃശ്യത്തിലൂടെ ദൈവത്തെ അറിയുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഇവിടെ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സാദൃശ്യങ്ങൾ. അതിൽ ഒന്ന് ഉപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ഉപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അതിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഒരു സൈലൻറ്റ് ഇൻഫ്ലുവൻസ്. ഉപ്പിനെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കഴിയുന്നത് ഒരു സൈലൻ്റായ ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ കഴിയുന്നതായ അനുഭവം. നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാൽ അതിന് മനോഹാരിത വർദ്ധിക്കണമെങ്കിൽ അതിലല്പം ഉപ്പ് ചേർക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നാം മനോഹരമായി രുചികരമായി ഉണ്ടാക്കിയതായ ഒരു കറി എന്ന് പറയുവാനായിട്ട് അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഒരു കറിയിൽ അല്പം ഉപ്പിടുമ്പോൾ വളരെ ശാന്തമായ കറിയുടെ രുചിയെ മാറ്റുവാൻ കഴിയുന്ന ഒരു വലിയ ശക്തി ഉപ്പിനുണ്ട്. അതുകൊണ്ട് ഈ സാദൃശ്യത്തിലൂടെ കർത്താവ് സഭയോട് നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നുള്ള ഒരു ചിന്ത ഇവിടെ പറയുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഉപ്പ് കാരമില്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ സഭയെക്കുറിച്ചും നമ്മെക്കുറിച്ചും ദൈവം വേർതിരിച്ചതായിട്ടുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ, ഒരു നിശബ്ദ സാന്നിധ്യമായി, എന്നാൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന, മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന, ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുവാൻ കഴിയുന്ന ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സഭയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നമ്മെ ദൈവം വേർതിരിച്ച ഈ ലോകത്തിൽ ഒരു ക്രൈസ്തവ കുടുംബമായും ഒരു ക്രൈസ്തവ സഭയായിട്ടും ദൈവം വേർതിരിച്ചിരിക്കുമ്പോൾ ഒരു സൈലൻറ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് മാറ്റങ്ങൾ, ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന, നിശബ്ദമായി എന്നാൽ അത് ശക്തമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് ജീവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് ഈ ലോകത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. എന്താണ് ഈ സാദൃശ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത? ദ വിസിബിൾ ഇൻഫ്ലുവൻസ്. ദ വിസിബിൾ ഇൻഫ്ലുവൻസ് വളരെ വ്യക്തതയോടെ കാണുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാൻ കഴിയുന്ന, വളരെ വിസിബിളായിട്ടുള്ള, വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു മാറ്റത്തെ വരുത്തുവാൻ കഴിയുന്ന വ്യക്തികളായിട്ടും സമൂഹമായിട്ടുമൊക്കെ ഞാനും നിങ്ങളും ജീവിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു വെളിച്ചമായിട്ട്, ഈ ലോകത്തിന്, അന്ധകാരം നിറഞ്ഞ ലോകത്തിന് ഒരു വെളിച്ചമായിട്ട് ജീവിക്കുവാൻ കഴിയുന്ന ഒരനുഭവമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. എ വിസിബിൾ ഇൻഫ്ലുവൻസ്. വളരെ വ്യക്തമായിട്ടുള്ള, വളരെ വ്യക്തത നൽകുന്ന, അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുവാനും ഇടപെടുവാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് ജീവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. രണ്ട് സാദൃശ്യത്തിലൂടെ ഒരു സഭയുടെ, ക്രൈസ്തവ സഭയുടെ, അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ, ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ഉദ്ദേശം, പർപ്പസ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉപ്പിനെ പോലെ ഒരു സൈലൻറ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട്, വളരെ നിശബ്ദമായിട്ട് ആഴത്തിൽ പ്രവർത്തിച്ച് രുചി വരുത്തുവാൻ, മാറ്റം വരുത്തുവാൻ, പുതുമ നൽകുവാൻ, കേടാകാതെ സൂക്ഷിക്കുവാനൊക്കെ കഴിയുന്ന ഉപ്പിൻ്റെ അനുഭവം പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ എത്രത്തോളം അതിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ സാദൃശ്യം ഓർമ്മിപ്പിക്കുന്ന യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഈ ലോകത്തിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുത്തുവാൻ,
വളരെ പ്രത്യക്ഷമായി തന്നെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ പ്രത്യക്ഷമായി തന്നെ ഈ സമൂഹത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരുവാനായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് സാധിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ അത് സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ലോകത്തെ കീഴ്മേൽ മറിച്ച അനേക വിശ്വാസ വീരന്മാരെക്കുറിച്ച്, മിഷണറിമാരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അനേക വിശ്വാസ വീരന്മാർ അവരുടെ ഒരു വിസിബിൾ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ലോകത്തിൽ നിലനിന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. ആ മിഷണറി ചരിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ എല്ലാം പറയുന്നത് അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള അല്ലേ ഈ ദേശത്തേക്ക് കടന്നു വന്ന് ഈ ദേശത്തെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കൊടുത്ത് വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചതായിട്ടുള്ള വിശ്വാസ വീരന്മാരെക്കുറിച്ച്, മിഷണറിമാരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന അനുഭവമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം. അങ്ങനെയുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള തലമുറ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരുപക്ഷെ സഭയും അതിൻ്റെ ശുശ്രൂഷകളിൽ നിന്ന് വ്യതിചലിച്ച് പോയിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിനെ അറിയുന്നവർ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഓരോ പുത്തുരുത്ത ക്രിസ്ത്യാനികളായി ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. ഉപ്പിനെ പോലെ ഒരു സൈലൻ്റ് ഇൻഫ്ലുവൻസ് ആയി നിൽക്കുവാനും പ്രകാശത്തെ പോലെ ഒരു വിസിബിൾ ഇൻഫ്ലുവൻസ് ആയിട്ട് പ്രത്യക്ഷമായിട്ടുള്ള മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാൻ കഴിയുന്ന അനുഭവങ്ങളായിട്ട് ജീവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങളെ പഠിക്കുമ്പോൾ അവിടെ പറയുന്നില്ല ലൈക്ക് എ സോൾട്ട് എന്നോ ലൈക്ക് വാട്ടർ എന്നൊന്നും ലൈറ്റ് എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. വെളിച്ചത്തെ പോലെ ആകുവാനല്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഉപ്പിനെ പോലെ ആകുവാനായിട്ടല്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. അപ്പോൾ നമ്മെക്കുറിച്ച്, ഓരോ ക്രൈസ്തവനെക്കുറിച്ചും ക്രിസ്തുവിനെ അറിയുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഇവിടെ വെളിച്ചത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അത് തന്നെയാണ്. തണ്ടിന്മേൽ ഉയർത്തി വച്ചിരിക്കുന്നതായിട്ടുള്ള വെളിച്ചത്തിൻ്റെ അനുഭവം. അപ്പോൾ വെളിച്ചം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവൻ മാത്രമാണ് ഞാൻ. യഥാർത്ഥ വെളിച്ചം എൻ്റെ പിന്നാലെ വരുന്നുണ്ടല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വെളിച്ചം ഞാനല്ല, പക്ഷേ ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വെളിച്ചത്തിൻ്റേതായിട്ടുള്ള അനുഭവം? വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഭവം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഡിസ്പെൽസ് ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത്. അത് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. വെളിച്ചം എന്ന് പറയുന്നത് അന്ധകാരത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരനുഭവം. ഞാനും നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചം ആണ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ അനുഭവത്തെ പൂർണ്ണമായിട്ടും ഡിസ്പെൽ ചെയ്യുവാൻ, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ കഴിയുന്ന അനുഭവമായിട്ട് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, വെളിച്ചം നൽകുന്നതായിട്ടുള്ള അനുഭവം, ഇറ്റ് റിവീൽസ് സർട്ടൻ തിങ്സ്. അത് ചിലതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു അനുഭവം. നമുക്കറിയാം, ഒരു ഇരുട്ടുമുറിയിൽ കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ തപ്പിത്തടഞ്ഞ് വീഴുവാനിടയാകും. കാരണം നമ്മുടെ കൺമുമ്പിൽ പലതും വ്യക്തമല്ലാതെ കിടക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ വെളിച്ചം വന്നു കഴിയുമ്പോൾ പലതും നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞു നിന്നതായിട്ടുള്ള പലതും റിവീൽ ചെയ്യുവാൻ, പലതിനെയും വ്യക്തമായി കാണുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഇറ്റ് റിവീൽസ് സർട്ടൻ തിങ്സ് ഇൻ അവർ ലൈഫ്. ഈ വെളിച്ചത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ ചില റെവലേഷൻസ്, ചില വെളിപ്പെടുത്തലുകൾ അവിടെ ഉണ്ടാകുകയാണ്. അതാണ് മിഷണറിമാരുടെ ശുശ്രൂഷയിലൂടെ, പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇല്ലേ? അടിമകളായി ദീർഘനാളുകൾ ജീവിച്ചതായിട്ടുള്ള സമൂഹം, അതോടൊപ്പം തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് മിഷണറിമാർ നേതൃത്വം കൊടുത്തപ്പോൾ ദീർഘവർഷങ്ങളായി അടുക്കളയിൽ മാത്രം
ഒതുങ്ങി നിന്ന, വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാതെ നിന്ന, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ നിന്നതായിട്ടുള്ള അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളിൽ ദീർഘനാളുകൾ ജീവിച്ചതായിട്ടുള്ള അടിമകൾക്കും സ്ത്രീ സമൂഹത്തിനുമൊക്കെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ചില റെവലേഷൻസ്, ചില പുതിയ വെളിപ്പെടുത്തലുകൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞത് ഈ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ട് മിഷണറിമാർ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ശ്രമിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് വെളിച്ചമെന്ന് പറയുന്നത് അതൊന്ന്, ഇത് ഓർപ്പിച്ച ഒരു ഡിസ്പെൽസ് ഡാർക്ക്നെസ്, അത് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. രണ്ട്, അത് പുതിയ ചില കാഴ്ചപ്പാടുകൾ, പുതിയ ചില വ്യക്തതകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായിട്ടുള്ള അനുഭവമാണ്. കണ്ണുകൾക്ക് മറഞ്ഞിരുന്നതിനെ നമ്മുടെ കൺമുമ്പിൽ വ്യക്തമാക്കി കാട്ടുന്നതായിട്ടുള്ള അനുഭവമാണ് വെളിച്ചത്തിൻ്റെ അനുഭവം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, വെളിച്ചത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഗേവ്സ് അസ് വാർണിംഗ്. ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. ചില മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായിട്ടുള്ള ഒരനുഭവം. ഈ വെളിച്ചത്തിൽ തന്നെ നടക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വീണ്ടും നാം അന്ധകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകും എന്നുള്ള ചില തിരിച്ചറിവുകളിലൂടെ കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. ചില വാർണിങ്സ് നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ്. അതാണ് നമുക്കറിയാം, നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് സിഗ്നലുകളിൽ ചില ലൈറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്, ഇല്ല, പച്ച ലൈറ്റും അത് മഞ്ഞ ലൈറ്റ്, അതിനുശേഷം പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റ്, പിന്നീട് റെഡ് ലൈറ്റ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മൾ നിൽക്കുമ്പോൾ പച്ച ലൈറ്റ് കത്തുമ്പോഴാണ് നാം പോകേണ്ടതെന്നും മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ നിർത്തുവാനോ അല്ലെങ്കിൽ പോകുവാനായിട്ടുള്ള ഒരു വാണിംഗ് ആയിട്ട് നമ്മുടെ മുന്നിൽ തള്ളുകയാണ്. റെഡ് ലൈറ്റ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളൊരു വാണിംഗ് നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ്. ഇങ്ങനെയുള്ള വാണിങ്ങുകൾ ഈ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള നാം ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക്, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഇന്നത്തെ സഭയുടെ ചുറ്റുമുള്ള സഭയുടെയൊക്കെ അനുഭവത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ചില വാണിങ്ങുകൾ, ഈ വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് ചില വാണിങ്ങുകൾ നൽകുകയാണ്. നിങ്ങൾ വീണ്ടും അന്ധകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചില വാണിങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുകയാണ്. കാരണം ഒരിക്കൽ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന, വെളിച്ചത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനായി കടന്നു വന്ന ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വീണ്ടും ഈ ഭൂഖണ്ഡത്തെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന സമൂഹമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഈ വെളിച്ചത്തെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ സഭയിൽ ഐക്യമില്ലായ്മയുടെ അനുഭവത്തിന് മറ്റൊരു കാരണവുമില്ല. മറ്റുള്ള കാരണങ്ങളൊക്കെ വളരെ ബാലിശമാണ്. ട്രഡീഷൻസോ മറ്റ് കാര്യങ്ങളൊക്കെ വളരെ ബാലിശമായിട്ടുള്ള കാര്യമാണ്. സഭ ഐക്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പാരമ്പര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ സ്ഥാനം കൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് സഭയുടെ ഐക്യം ഇല്ലാതെയായിട്ട് തീരുന്നത്. എല്ലാ സഭയുടെയും ചരിത്രത്തെ എടുത്ത് പഠിച്ചു നോക്കൂ. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പാരമ്പര്യത്തിനോ ആരാധനാക്രമങ്ങൾക്കോ മറ്റ് സാഹചര്യങ്ങൾക്കോ ചരിത്രത്തിനോ ഒക്കെ സ്ഥാനം കൊടുക്കുമ്പോഴാണ് സഭയുടെ ഐക്യം ഇല്ലാതെയായിട്ട് തീരുന്നത്. CSI സഭ ഒരു ഐക്യസഭയായി രൂപപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഒന്നായി തീരണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. ക്രിസ്തുവിൽ ഒന്നായി തീരണം എന്നുള്ള ഒറ്റ ചിന്തയാണ് CSI സഭയെ ഒരു ഐക്യസഭയായി നിലനിർത്തുന്നതും അങ്ങനെ രൂപപ്പെടുവാനായിട്ടിടയായിത്തീരുന്നതും. ഇന്ന് അങ്ങനെ ഒരു ഐക്യം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: ക്രിസ്തുവിൽ നിന്ന് സഭകൾ, വ്യക്തികൾ, കുടുംബങ്ങൾ അകന്നു പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15-ാം വാക്യത്തിൽ പറയുന്നു, വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകാശിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ലഭിച്ചതായിട്ടുള്ള വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണമായ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയുള്ളൂ.
അതോ ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അന്ധകാരം സൃഷ്ടിക്കുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. വിളക്ക് കത്തിച്ച് പറയിന് കീഴെ അല്ല വെക്കുന്നത്, തണ്ടിന്മേൽ വെക്കുമ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഞാനും നിങ്ങളും എന്നെയും നിങ്ങളുടെയും ഉള്ളിൽ ഈ വെളിച്ചം, ഈ ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഈ വെളിച്ചം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ വെളിച്ചം മൂലം മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും ഈ വെളിച്ചത്തിൽ തന്നെ ഇങ്ങനെ പുത്തുരുത്ത ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല, മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. 16-ാം വാക്യത്തിൽ ഒരു ചിന്ത കൂടെ പറയുകയാണ്, ആ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. നിങ്ങൾ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാനും നിങ്ങളും ഈ വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഭവമായിട്ട് തീരും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇന്ന് സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ചിന്തകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും ക്രൈസ്തവമല്ലാത്ത ജീവിതം കൊണ്ടും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും ഒക്കെ കഴിയാതെ പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് എങ്ങനെ നയിക്കുവാനായിട്ട് കഴിയും? അങ്ങനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് സാദൃശ്യത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു സൈലൻറ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനും കഴിയണം. അതോടൊപ്പം തന്നെ ഒരു വിസിബിൾ ഇൻഫ്ലുവൻസ് ആയിട്ട് വളരെ ശാന്തമായിട്ട് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന വ്യക്തികളായിട്ട് സമൂഹമായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ചില വിസിബിൾ ഇൻഫ്ലുവൻസ് വ്യക്തമായി അല്ലെങ്കിൽ ഒരു വ്യക്തമാക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ലോകത്തിൽ വരുത്തുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഈ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വെളിച്ചത്തെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ ഉള്ളിൽ ആ വെളിച്ചത്തിൻ്റെ അനുഭവം വന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ, ആ വെളിച്ചത്തെ മറ്റുള്ളവരേക്ക് പകരുവാനായിട്ട് പൗലോസിന് സാധിച്ചു, മിഷണറിമാർക്ക് സാധിച്ചു, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സാധിച്ചു. പക്ഷേ എനിക്കും നിങ്ങൾക്കും അത് എത്രത്തോളം സാധിച്ചു എന്ന് യഥാർത്ഥമായിട്ട് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഈ വെളിച്ചത്തിൻ്റെ വാഹകരായി, ഈ ലോകത്തിന് വെളിച്ചം പകരുന്നവരായി ക്രിസ്തുവിൽ സഭ ഒന്നായിത്തീരുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുന്നതിനു വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ CSI സഭ രൂപം കൊണ്ടതുപോലെ ഒരു ഐക്യസഭ, ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ഐക്യസഭ ആയി രൂപം കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കേട്ട വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിഖ്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകർക്കും വേദന പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവന് സകലമുണ്ടായി. മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കരുതലയച്ച മനുഷ്യനായി തീർന്നു. പന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്തിൻ്റെ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മാത്രത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനത്തിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പ്രവാചകൻ പറയിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചന ബപ്തിസ്മം അനുസരിക്കുന്നു. മനുഷ്യരുടെ ഉത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരാം. നമ്മുടെ അകക്കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മെ ചുറ്റിഞ്ഞെരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്
ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാകുന്നു CSI സഭയുടെ രൂപീകരണം എന്ന കർത്താവെ സഭാചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയുടെ വലിയ ശക്തിയെ തിരിച്ചറിയുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണം. പലപ്പോഴും ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങൾ തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ അനുഭവം ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ അനുഭവമാകുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാ നല്ല ദാനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കുറവുകളെയൊക്കെ നമ്മോട് ക്ഷമിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ ഉള്ളിൽ ലഭിച്ച വെളിച്ചത്തിന് അനുസരണമായിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള കർത്താവിൻ്റെ ആ വലിയ വാഗ്ദത്തത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട്. അവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദീർഘനാളുകളായി രോഗക്കിടക്കയിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളൊക്കെ സർജറിക്ക് ശേഷം വിശ്രമിക്കുന്നതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ പലവിധമായ പ്രയാസങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നതായിട്ടുള്ള മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വിവാഹത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റേതായ ചില അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്ന നമ്മുടെ ഇടവാങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായി കഴിയുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. കർത്താവിൻ്റെ മാതൃമേറിയ ശബ്ദം കേൾപ്പാൻ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ക്ഷീണതകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് കഴിഞ്ഞ നാളുകളിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഈ വിശുദ്ധ ആലയത്തിൽ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനായി ദൈവം നമ്മെ ആരോഗ്യത്തോടെ കൂട്ടി വരുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരണകരമായ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവയുടെ മധ്യേ ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ നമ്മെ സൂക്ഷിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഇടവയെ പ്രത്യേകമായ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ഭവനങ്ങളെയും ഓർക്കാം. വാർദ്ധക്യ ക്ഷീണതയിൽ കഴിയുന്നവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കഴിഞ്ഞ നാളിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള മുൻപട്ടക്കാരെ, ശുശ്രൂഷകരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇടവകയിൽ നിന്ന് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. സഭയുടെ ശുശ്രൂഷകൾ സഹായിക്കുന്ന പ്രിയ മോൻചാനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചർച്ച കമ്മിറ്റിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാ സംഘടനകളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലൊരു വെളിച്ചമായി നിൽപ്പാൻ നമ്മുടെ ഇടവകയ്ക്കും CSI സഭയ്ക്കും പ്രത്യേകിച്ച് മധ്യകാല മഹായിടവയ്ക്കും ഇടയായി തരണമെന്ന് പ്രാർത്ഥിക്കാം. അഭയനിതിരുമേനെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും എല്ലാം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത അനേക ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീയല്ലാതൻ ഭാരം താങ്ങുവാനാ ഇല്ലെനിക്കാരുമേ, നീയല്ലാതൻ ഭാരം താങ്ങുവാനാ ഇല്ലെനിക്കാരുമേ, നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ.
നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്ന വേദനകൾ. സ്നേഹവാനായ കർത്താവേ, ക്രിസ്തുവിതാവേ, അങ്ങയുടെ സന്നിധിയിലെ കർത്താവെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഒക്കെ കർത്താവെ അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവെ സമർപ്പണത്തോടെ ജീവിക്കുവാനും അതിനെയൊക്കെ സധൈര്യം നേരിടുവാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് കർത്താവെ ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങയുടെ കൃപ കൊണ്ട് അങ്ങയുടെ കണ്ണ കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്നും കാലിൻ്റെ വീഴ്ചയിൽ നിന്നും പ്രാണന്റെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് അനുഗ്രഹത്തോടെ ഇത്രത്തോളം നടത്തുന്നതിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷയുടെ വിവിധ പ്രവർത്തനങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥന സഭയ്ക്കായി കൊച്ചുമയ്ക്കായി പ്രേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കായി ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കായി ഞങ്ങളുടെ ഇടവയ്ക്കായി ഞങ്ങളുടെ സഭയ്ക്കായി സമൂഹത്തിനായിട്ടെല്ലാം സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിന് വെളിച്ചമായി ജീവിപ്പാൻ ഉപ്പിനെ പോലെ കർത്താവെ രസം വരുത്തുന്ന ഉപ്പിനെ പോലെ കർത്താവെ വളരെ ശാന്തമായ ഒരു കർത്താവെ മാറ്റത്തിന് മുഖാന്തരങ്ങളായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളുടെ കർത്താവെ യാചനകൾക്ക് ഉത്തരം നൽകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൽ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ കൂടെ ഇന്ന് നയിക്കും കാലാവസ്ഥാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നതായി എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിൻ്റെയും നിരപ്പിൻ്റെയും അടയാളമായ കയ്യസൂരി നമുക്ക് അന്യോന്യം കൈമാറാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ക്രിസ്തീയ ഗീതങ്ങളിൽ 418 നമുക്ക് പാടാം. ഗീതം 418. Yeah.
നാം സമർപ്പിച്ച ഈ ദാനങ്ങളെ ദൈവമാവിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിനക്ക് വാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്കിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിൻ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നിറക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും വിശുദ്ധാത്മാവിനോടും കൂടെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവന്മാരോടും പ്രധാന ദേവന്മാരോടും സംഘത്തിലെ സകലസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചെയ്യും. നിന്റെ മാത്രനാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമായിരിക്കുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആതുര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവൻ ഒരിക്കലായി തന്നെ ഏകവഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും
അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോപണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹായൻ തന്നെയാവുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനമഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചാൽ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധമാക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. തിരുമേശയുടെ അനുഭവത്തിലേക്ക് നാം അടുത്തു വരുവാനൊരുങ്ങുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് വിനയപ്പെടുത്തിക്കൊണ്ട് താഴെയുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏറ്റുകയല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വിലകന്നുകളല്ലാതെ സ്വതയിൽ ആശ്രയിച്ചുകൊണ്ട് നിരമേശയിലേക്ക് ഒരുപാട് തുകയില്ല. ഞങ്ങൾ നിരമേശയിൽ തപ്പുന്നവർക്ക് പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും സ്വഭാവം കർത്താവിനെയാകുന്നു. നാം ഓർക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ കുമാരൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം, സത്യാമുദ്രവളിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം വിശ്വാസത്തോടെ തിരുമേശ അനുഭവത്തിലേക്ക് കടന്നു വരികയും ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹവാർഷിക സ്തോത്രം ആചരിക്കുന്നവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അതിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, ഈ സമയത്ത് കർത്താവ് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷിക സ്തോത്രം ആചരിക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ വ്യക്തി ജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം ഒരു വർഷം കൂടെ നൽകി കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കൃപയിൽ കർത്താവ് ബലത്തോടെ ജീവിപ്പാൻ തക്കോണം ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിൻ്റെ കൃപയാൽ അവിടുന്ന് നടത്തി അനുഗ്രഹിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് കഴിഞ്ഞ വർഷക്കാലത്തിൻ്റെ മക്കളുടെ മേൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണം. കൃപയോടെ നീ അങ്ങ് കർത്താവെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അവിടെ നിറച്ച് പരിപാലിച്ചാട്ട് സർവകൃപകളാലും വഴി നടത്തണം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ജന്മദിനം ആഘോഷിച്ചവർക്കും വിവാഹവാർഷിക സ്തോത്രം ആചരിക്കുന്നവർക്കും പള്ളം സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് CSI ഇടവകയുടെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ നടത്തി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധമായ ആരാധനയിൽ കർത്താവെ, ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു സുഖകരമായ വിശ്രമം കഴിഞ്ഞ രാത്രികാലം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി നൽകി. ഇന്ന് ഈ പ്രഭാതം കണ്ടുണർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ഒരു ദിവസത്തിൻ്റെ മുഴുവൻ നന്മകളും അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. ദൈവമേ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുദിനം അനുഗ്രഹത്തോടെ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ആരാധനയിലൂടെ ഞങ്ങൾ അനുഭവിച്ച ദൈവിക കൃപകൾക്കും ആത്മീയ അനുഭവങ്ങൾക്കും ചൈതന്യങ്ങൾക്കുമായി സ്തോത്രം. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ട ആത്മീയ കൃപകളോടെ ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഐക്യത്തിൻ്റെ അനുഭവത്തെ കർത്താവെ അവിടെ നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൃത്വ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ എപ്പോഴും നിറഞ്ഞു നിൽപ്പാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കർത്താവെ നിനക്ക് പ്രസാദമുള്ളവരായിട്ട്, നിനക്ക് സ്തുതി കരയ്ക്കുന്നവരായിട്ട്, നിനക്ക് സാക്ഷ്യം കരയ്ക്കുന്നവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ തക്കോണം ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ഒരുപോലെ അവിടെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയാട്ട് സർവ്വനന്മകളാലും കൃപകളാലും വഴി നടത്തണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും സകലാബുദ്ധിയും കവിയും ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നോട്ടീസായിട്ട് ഏതാനും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ മഹായിടവക കൗൺസിൽ സമ്മേളനം ദൈവേഷ്ടമായാൽ 2021 നവംബർ മാസം 26-ാം തീയതി കോട്ടയത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, ഏറെ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് ഈ കൗൺസിലിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഭാ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ ഈ വർഷം കൗൺസിൽ പൂർത്തീകരിക്കപ്പെടുവാൻ പുതിയ ഒരു ഭരണസമിതി, ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഗായക സംഘത്തിലേക്ക് പുതുതായിട്ട് അംഗങ്ങളെ ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഗായക സംഘത്തിൽ ചേരുവാൻ താല്പര്യമുള്ള ആളുകൾ അവർക്ക് അതിനുള്ള പ്രത്യേകമായ അവസരമുണ്ട്. ഇപ്പോൾ കൊയർ മാസ്റ്ററിൽ നിന്നും ലഭിക്കുന്ന അറിവനുസരിച്ച് താല്പര്യമുള്ളവർ ഏതെങ്കിലും ഒരു കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഗീതത്തിൻ്റെ 2 ചരണങ്ങൾ പാടി അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന് അറിയിപ്പ് നൽകും, ഫോൺ നമ്പർ ഉൾപ്പെടെ നൽകും. ആ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിലേക്ക് ആ വോയിസ്, നിങ്ങൾ പാടുന്ന പാട്ട്, അതിൻ്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കണം. അത് പരിശോധിച്ചതിന് ശേഷം അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ഫൈനൽ വോയിസ് ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗായക സംഘത്തിൽ ചേരുവാൻ താല്പര്യപ്പെടുന്നവർ ദയവായിട്ട് ആ അറിയിപ്പ് ശ്രദ്ധിച്ച് അതിന് പ്രകാരം നൽകുന്ന അറിയിപ്പിൻ പ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ദേവാലയത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ഗായക സംഘത്തിൽ പാടണം, ഗായക സംഘത്തിൻ്റെ ഭാഗമാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഉപേക്ഷ വിചാരിക്കാതെ ഗായക സംഘത്തിലൂടെ വളർന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഗായക സംഘത്തിൽ അംഗമാകുവാൻ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, നമ്മളുടെ ദശാംശ ഞായറാണല്ലോ നാം നവംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ നവംബർ മാസം 2-ാമത്തെ ഞായറാഴ്ചയാണ് ദശാംശ ഞായറായിട്ട് കൃത്യമായിട്ട് ക്രമീകരിക്കുന്നത്. നമ്മളുടെ ഒരു വർഷത്തെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് നാം ഒരു മാസത്തെ വേതനമാണ് അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ വർഷവും നാം ചെയ്തു വരുന്ന ഒരു കാര്യം, ആ ദശാംശ ഞായറിൽ ലഭിക്കുന്നതിൽ നിന്നാണ് നാം മിഷണറി സന്ധിപ്പും അതുപോലെയുള്ള നമ്മളുടെ സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകമായിട്ട് നാം 7
മിഷണറിമാരെ നാം സന്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ വർഷം ഏകദേശം 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപയോളം നമുക്ക് മിഷണറിമാരുടെ സന്ധിപ്പിനായിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നാം നൽകുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ദശാംശ ഞായർ സമർപ്പണത്തിൽ പങ്കുചേരുവാനായിട്ട്. അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ 1 മാസത്തെ വരുമാനം എങ്കിലും ഈ കവറിൽ സമർപ്പിച്ച് നിങ്ങൾ അടക്കം ചെയ്ത് സമർപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരുടെയും ഉത്സാഹത്തോടു കൂടിയ ഒരു സമീപനം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നവംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച സമർപ്പിക്കുവാൻ സാധിക്കാത്തവർക്ക് വരുന്ന ഞായറാഴ്ചകളിലെങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹത്തോടെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പരിപാലിക്കുന്നു.